ആ മിസ്സിംഗ് കേസ് അരവിന്ദ് ശിവസ്വാമിയെ ആരോ കടത്തിക്കൊണ്ടുപോയി തല്ലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയാൾക്ക് ബോധമുണ്ടോ? ചോദ്യം ചെയ്യാൻ പറ്റിയ അവസ്ഥയാണോ എന്ന് വിളിച്ചു ചോദിക്ക്. ഫോൺ വിളിച്ചൊന്ന് ചോദിക്കും. ചോദ്യം ചെയ്യാൻ പറ്റിയ അവസ്ഥയിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ ഒന്ന് വെളിയിൽ നിൽക്ക്. ഒന്ന് മാറണം. സാറേ ഡോക്ടർ. ഹലോ. ഹലോ. ആ കഥ കടക്കി. താനൊന്ന് കുറച്ചു നേരം പുറത്തേക്ക്. നിങ്ങളും ചെല്ല്, പറയുന്നത് കേൾക്കണം. നല്ലവനാ സാറേ. ഹലോ ഹലോ ഡോ ഒന്ന് എഴുതിയെടുത്തേ. നിന്നെ ആരാണ് കൂട്ടിക്കൊണ്ടുപോയത്? ആരാ? നിങ്ങൾ തന്നെയാ സാറേ. അതെ, എഴുതണ്ട, വെട്ടിയേക്ക്. തലയ്ക്ക് അടി കിട്ടിയെന്നാ തോന്നുന്നേ. ചെറിയൊരു സംശയം പോലെ. കിട്ടിയത് പോരെ? ഡോക്ടർ സർ, എപ്പോൾ നോർമലാവും? ഒരു 10-15 ദിവസം ആവും സർ. വീണ്ടും ഒന്ന് കാണേണ്ടി വരും. അപ്പോൾ ഞാൻ വന്ന് ചോദ്യം ചെയ്തോളാം. ഓക്കെ. അനിൽ സാർ. നീ ആരടാ? എന്നെ അറിയില്ല സാറേ. കൊന്നുകളയും സാർ. അവൻ എന്താടാ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെങ്കിലും അവനെ ഇവിടുന്ന് കൊണ്ട് അവന്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ നോക്ക്. നീ പോ, നാട്ടിലേക്ക് പോ. നിന്റെ അമ്മയോടൊപ്പം ജീവിക്ക്. അല്ലെങ്കിൽ ദേ ഇവളെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. പോടാ. ഞാൻ പഠിച്ച പഠിത്തം എൻ്റെ നാടിന് ഉപയോഗമാകുന്നു നീ പറഞ്ഞില്ലേ? നിന്റെ പഠിത്തം കൊണ്ട് ഇവിടെ ഒരു പ്രയോജനവുമില്ല. പഠിത്തം ആർക്കാടാ വേണ്ടത്? ആദ്യം മനുഷ്യരാരാന്ന് പഠിക്കണം. 3 വയസ്സിൽ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആരെന്ത് തന്നാലും വാങ്ങരുത്, പരിചയമില്ലാത്തവർ വിളിക്കുമ്പം പോകരുത്, സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ആ പ്രായത്തിലാണ് പിരികേറ്റി കൊടുക്കുന്നത് സൊസൈറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ. അതൊന്നും നിനക്ക് നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല. നീയും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിദേശത്തേക്ക് നിനക്ക് എത്ര ഓഫർ വന്നതാ. വേണ്ടെന്ന് പറഞ്ഞ് നീ തള്ളിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം. എന്തിനു പോണം? നീ ഈ സൊസൈറ്റിക്ക് യോജിച്ചവനല്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ തെറ്റ് ചെയ്തിട്ടില്ല, അതാ നിന്റെ തെറ്റ്. എല്ലാരും ഉടുക്കാതെ നടക്കുമ്പോ നീ മാത്രം ഉടുത്തോണ്ട് നടന്നാ കണ്ടു നിൽക്കുന്നവന് കണ്ണുകണി ഉണ്ടാവില്ലേ? നേരെ വരുന്ന അമ്പന് നീ എന്തിനാണ് നെഞ്ചു പിരിച്ച് നിൽക്കുന്നത്? അതല്ല എന്റെ നേർക്കല്ലേ വരുന്നത്, ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടത്. നിന്റെ നേർക്ക് മാത്രമല്ല, എല്ലാവരുടെയും നേർക്ക് വരുന്നുണ്ട്. അവർ വഴിമാറി പോവുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരുത്തിന് മുമ്പിലെ കുന്തു പിടിക്കുകയും ചെയ്യും. നിനക്ക് അതിനുള്ള സാമർത്ഥ്യമില്ലടാ. നീയും വേദനിച്ച് ഞങ്ങളെയും വേദനിപ്പിക്കുക. ഇപ്പോഴാ തലയൊന്ന് നേരെ നിന്നത്, അതിനുള്ളിൽ വീണ്ടും തുടങ്ങുക അടുത്ത എൻക്വയറി. ഒരു എൻക്വയറിക്ക് പകുതി ജീവൻ പോയി. കുടുങ്ങിയാലുണ്ടല്ലോ കൊന്നു കളയൂടാ നിന്നെ. ജീവന് ഭയന്ന് ഞാൻ ഓടണം? ഓടാനല്ല, കണ്ടില്ല എന്ന് നടിക്കാനാ പറഞ്ഞത്. എനിക്ക് പറ്റില്ല. ജീവൻ പോകൂടാ. പോയാലിപ്പോ എന്താ? ഒരു മിനിറ്റ്. ഞാനും കുറെ നേരമായിട്ട് കാണുന്നത് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞതാണ് ശരി. ഇവിടെ എല്ലാം തെറ്റാണ്. എല്ലായിടത്തും കറപ്ഷൻ. പറ, കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ 5 പൈസ കൊടുത്തിട്ടില്ലെന്ന് ആരോടെങ്കിലും ഒന്ന് പറയാൻ പറ. കൊടുത്താലേ പറ്റൂ. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും. അമ്പലത്തിൽ പോയി 5 രൂപ തട്ടിലിട്ടാലേ പൂജാരി മുഖത്തേക്ക് നോക്കി ചന്ദനം തരുള്ളൂ. ദൈവത്തെ തൊഴാൻ പോലും 5 രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു നമുക്ക്. ഐ വോണ്ട് എക്സ്പോസ് കറപ്ഷൻ പറഞ്ഞ ഒരാൾ വന്നു 2004 ഗുജറാത്തിൽ നിന്ന്. വെറും 40,000 രൂപയ്ക്ക് എന്ത് ഏതെന്ന് നോക്കാതെ മജിസ്ട്രേറ്റ് ഒപ്പിട്ട് കൊടുത്തു. 2 പേരുടെ പേരിൽ അറസ്റ്റ് വാറന്റ് വാങ്ങിച്ചു. ആ 2 പേര് ആരാണെന്ന് അറിയാവോ? ദെൻ പ്രസിഡന്റ് മിസ്റ്റർ അബ്ദുൽ കലാം ആൻഡ് സുപ്രീം കോടതി ജഡ്ജ് മിസ്റ്റർ കാരി. എല്ലാവർക്കും അതിശയം. അടുത്ത ദിവസം ഒന്നും ഇല്ലാതാക്കി. ഇത് മാത്രമല്ല, നമ്മുടെ എക്സ് പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു, അദ്ദേഹം ജീവനോടുള്ളപ്പോൾ ഒരുത്തൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു 2002. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. വ്യാജ IAS, വ്യാജ IPS, വ്യാജ ഡോക്ടർമാർ, വക്കീലന്മാർ, വ്യാജ ഹസ്ബൻഡ് വൈഫ് വരെ ഇവിടെ ഉണ്ട്. റോഡിൽ കൂടെ പോയ സ്ത്രീയെ കാണിച്ച് ഇവളാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞ് ഡൈവോഴ്സ് വാങ്ങിച്ചവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജത്തിന് മാത്രം വ്യാജമില്ല. നാടിനെ സംരക്ഷിക്കുന്ന ഡിഫൻസ് തൊട്ട് നശിപ്പിക്കുന്ന ആൽക്കഹോൾ വരെ എല്ലാത്തിലും കറപ്ഷൻ ഉണ്ട്. അതെല്ലാം സഹിച്ച് അതിനുള്ളിൽ നമ്മൾ ജീവിച്ചേ മതിയാകൂ.
കൊല, കൊള്ള, ഗൗരവം, കലാപം, കൈക്കൂലി, അഴിമതി, പറ്റിക്കൽ, അസൂയ, ദ്രോഹം, കടമ ചെയ്യുന്നതിന് ചെയ്യാതിരിക്കുന്നതിന്, നിയമം ലംഘിക്കുന്നതിന്, എല്ലാത്തിന്റെയും പിന്നിൽ പൈസയാണ്. മറക്കണം, ക്ഷമിക്കണം, മാറണം, അഡ്ജസ്റ്റ് ചെയ്യണം, കണ്ടും കാണാത്ത രീതിയിൽ പോകണം. കാശ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആവശ്യത്തിനും കാര്യം സാധിക്കാനും വേണ്ടി കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാത്തത്. ഞാൻ കൊടുക്കാം. എനിക്ക് ഭയമാവുന്നു. എന്തിനു ഭയം? ആ, മൃഗങ്ങൾ പോലും അപകടം വന്നാൽ മാത്രമാണ് ഭയപ്പെടുക. മനുഷ്യരാണ് എല്ലാത്തിനും ഭയപ്പെടുന്നത്. ദിനം പ്രതി ചത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസമെങ്കിലും ന്യായത്തോടെ ജീവിച്ചു മരിക്കണം. വേണ്ട, എന്തിനാ ഇതൊക്കെ? എല്ലാരെയും പോലെ നമുക്ക് ജീവിച്ചാ പോരെ? നീയാണോ സംസാരിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ പറയുന്നേ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. സ്വാർത്ഥത. അന്ന് നിനക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ ഇഷ്ടമല്ല അല്ലേ? ഞാൻ എന്നെ മാറ്റില്ല. നീ വേണമെങ്കിൽ മാറിക്കോ. എന്തുവച്ചാ? മാറി നിന്ന് കാഴ്ച കണ്ടോളാൻ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മതി, മനസ്സിലാവാത്തെ? പോ. സത്യം ജയിക്കും. എന്താ, കുറച്ച് ലേറ്റ് ആകും. കാത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഈ ബന്ധം നമുക്ക്? നമ്മൾ രണ്ടും തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സംസാരിച്ചു, മനസ്സുകൊണ്ടെടുത്തു, അത്രയല്ലേ ഉള്ളൂ. മനസ്സ് കുരങ്ങിനെ പോലെ എളുപ്പത്തിൽ മാറിക്കോളും. പക്ഷെ ഞാൻ മാറില്ല. എന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ്. ഏയ്, അപ്പൊ എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാണോ? തോന്നിയ പോലെ സംസാരിക്കുന്നു. Tell the truth boldly, whether it hurts or not. Never bend them to weakness. If truth is too much for intelligent people, and sweep them away, let them go. The sooner the better. ഇപ്പൊ നീ എങ്ങോട്ടാ പോകുന്നേ? എടാ, വിട്ടേക്ക്. നീയെങ്കിലും എൻ്റെ കൂടെ നിൽക്കുവോ? രാജീവ് സാർ, ഞങ്ങളെ സഹായിക്കുവോ? ബട്ട് നിങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? സാധിക്കും സാർ. ഇതിൽ തിന്മ ചെയ്യേണ്ടവരല്ല വേണ്ടത്, നല്ലവർ മാത്രമാണ് വേണ്ടത്. ഈ നാട് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല സാർ, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. രാഷ്ട്രീയക്കാരെക്കാളും അഴിമതി കാണിക്കുന്നതും അവർ തന്നെയാണ്. സർക്കാർ ഒരാൾക്ക് 1000 രൂപ കൊടുത്താലുണ്ടല്ലോ, അവന് കിട്ടുന്നത് വെറും 100 രൂപയായിരിക്കും. മിച്ചമുള്ള 900 രൂപ എവിടെ പോയി? ഇടയിലുള്ളവൻ എടുത്തു. വിദ്യാഭ്യാസമില്ലാത്ത, പൊതു അറിവില്ലാത്ത, അനുഭവ പാഠം പോലും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് MLA-യും MP-യും എല്ലാം ആക്കുന്നു. അവർക്ക് പിന്തുണ നൽകുന്നത് ആരാ സാറേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ഒരു രാഷ്ട്രീയക്കാരന്റെ വയസ്സ് 5 വർഷമുള്ളൂ. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ 58 വയസ്സ് വരെ ഉദ്യോഗമാകാം. അപ്പൊ ആർക്കാ സാറേ ഈ ചുമതലാബോധം കൂടുതൽ വേണ്ടത്? ഓരോ സർക്കാർ ഓഫീസിലും 4 നല്ല ഉദ്യോഗസ്ഥരുണ്ടാവും. അവരെ പ്രസ്റ്റീജ് പത്മനാഭൻ, പാവക്കൂത്ത്, ടോർച്ചർ, വീർത്ത മോന്ത ഇങ്ങനെയുള്ള ഇരട്ടപ്പേരെല്ലാം പിടിച്ച് നാണം കെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അവർക്ക് ഇതുപോലുള്ള തേനീച്ചക്കൂട്ടത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയില്ല. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യവും വേദനയും ഉണ്ടാവും. നമ്മൾ ന്യായത്തിൽ കൂടെ പോകുന്ന ബഹുമാനമില്ല. തെറ്റ് ചെയ്യുന്നവരൊക്കെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ആ വൈരാഗ്യം നമ്മളെ സഹായിക്കും. ആ വേദന നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവരെ നമുക്ക് ആയുധമാക്കാം. എന്താ ഇത്? ഇത് കുടിക്ക്, സംസാരിക്കാം. നിന്റെ ചായക്ക് നീ കാശ് കൊടുത്തോണം, എന്റെ ചായക്ക് ഞാൻ കൊടുത്തോളാം. ഈ പേപ്പേഴ്സ് ഒന്നും ശരിയല്ല, എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. സാറേ, സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണം. മേലുദ്യോഗസ്ഥന്മാരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കൊരു ബസിനെ പിന്തുടർന്ന് പിടിച്ചു നിർത്തി പരിശോധിച്ച് അതിൽ കണക്കിൽപ്പെടാത്ത 5.5 കോടി രൂപ പിടിച്ചെടുത്ത അങ്കിത RDO. അതൊന്നും നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ഇൻഫർമേഷൻ കിട്ടിയതും പുറപ്പെട്ടു. മാഡത്തിന് പേടിയില്ലായിരുന്നു? പേടിച്ചിരുന്ന ഈ ജോലി ചെയ്യാൻ കഴിയില്ല. മാഡം, നിങ്ങൾ ആരോട് സഹായം ഹയർ ചോദിച്ചില്ലേ? ഒഫീഷ്യൽസിനോട് സഹായം ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലും ഇൻഫോം ചെയ്തിരുന്നു. പക്ഷെ ആരും കൃത്യസമയത്തിന് എത്തിയില്ല. കാരണം ഇത് ആരുടെ കാശാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തിന്? നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. തിരഞ്ഞെടുപ്പ് അടുത്തെത്തിക്കഴിഞ്ഞു. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. കുറച്ചെങ്കിലും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്. അവർ കാരണമാണ് ഭരണചക്രം തിരിയുന്നത്. സ്ഥിരമായി മോശം ആളുകളെ മാത്രം കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് നല്ല ആളുകളെ കണ്ടെത്തി പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ജ്വലിക്കുന്ന തീപ്പന്ത്. 28 വർഷത്തെ സർവീസാണ് അനിയ. 99 ട്രാൻസ്ഫർ കൈപ്പറ്റിട്ടുണ്ട്. റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് സെഞ്ചുറി അടിക്കും. കുട്ടികളാരുമില്ല. പോകുന്ന സ്ഥലത്തെല്ലാം ഭാര്യയും വരുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായിരിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ കഴിയുമോ? എല്ലാവരും സത്യസന്ധരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കൂടെയുള്ളവൻ കാല് വാരി തട്ടി തെറിപ്പിക്കുക. ഫുട്ബോൾ പോലെ തെറിപ്പിക്കുന്നത്. ഒരുപാട് വട്ടം എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അറിയാം. സ്കൂളിൽ പോയ എന്റെ ഒരേ ഒരു മകനെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു.
ഒരൊപ്പിടാഞ്ഞതുകൊണ്ട്. എൻ്റെ മോനായിരുന്നു എൻ്റെ ജീവൻ. അവൻ നല്ല മിടുക്കനായിരുന്നു. അവൻ മരിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയുടെ സ്ഥിരത നഷ്ടപ്പെട്ടു. ഇപ്പൊ അവളെ നോക്കി വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. 18 വർഷമായി സാർ. ഇതുവരെ വിധിയായിട്ടില്ല. തട്ടിക്കൊണ്ട് പോയതിൽ ഒരുത്തൻ മരിക്കുകയും ചെയ്തു. ഇനി വിധിയായാലെന്താ, വിധിയായില്ലേലെന്താ? സാർ, താമസിച്ചു കിട്ടുന്ന വിധി അതൊരു വിധിയേ അല്ല. എന്തെങ്കിലും നടക്കട്ടെ സാർ. ഞാൻ മാറില്ല സാർ, ഞാൻ മാറില്ല. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. കൂടെ ജോലി ചെയ്യുന്നവൻ പോലും ദ്രോഹം ചെയ്യുക. സത്യസന്ധനായിരുന്ന ഞാൻ കുടുംബത്തെ ബലി കൊടുക്കുവാണ് സാർ. കൈക്കൂലി വാങ്ങിക്കാൻ കാണിക്കുന്ന തന്ത്രം പോലെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കാണിക്കുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം സ്വർഗം പോലെ ആകും സാർ. സാർ, ഇവിടെ സത്യസന്ധരുണ്ട് സാർ, പക്ഷേ അടുത്തടുത്തല്ലെന്നുള്ളു സാർ. ഞങ്ങൾ മാത്രമല്ല സാർ, ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഒന്നിപ്പിക്കണം. അനിയ, സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നു ചേർന്നാ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാണിക്കാം.